കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ഈ കഴിഞ്ഞ ഓണത്തിന് വിറ്റത്. അത്തരത്തിൽ പുതിയ തലമുറയും മദ്യപാന ശീലത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കലാകാരന്മാർ നാശത്തിൻ്റെ വഴിയിലേക്ക് പോവുകയല്ലേ? കാരണം പിന്നെ ജീവിതത്തിൻ്റെ ഇന്നലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒത്തിരി സ്നേഹിച്ചവർ പ്രതീക്ഷയോടുകൂടി നാളെ കാണാം ഓക്കേടാ എന്ന് പറഞ്ഞു വരുന്നത് പിറ്റേന്ന് മരിച്ച് മൂക്കെ പഞ്ഞു വെച്ചുകൊണ്ട് വരുമ്പോൾ ഇത്തിരി ജീവിതം ഇത് എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് ചിന്ത വരുമ്പോൾ നമ്മളറിയാതെ മദ്യപാനത്തിലേക്ക് പോകും. ഞാൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണെന്ന് പറയാം. മദ്യത്തിൻ്റെ ലഹരി വസ്തുക്കളുടെയല്ല, പിന്നെ ആവശ്യമില്ലാതെ പ്രതീക്ഷ, ഒരാൾക്കൊരു പ്രതീക്ഷ പുലർത്തരുത്, ആവശ്യമില്ലാതെ അവർക്ക് സ്ക്രൂ കയറ്റരുത്. ചാകാറായി ഐശ്വര്യ റായി, സത്യജിത്ത് റായ്, ഒബ്രോയ്, നമ്മുടെ ബഹുമാനായ പിണറായി, ജോസഫ് വിൽസൺ ചാകാറായി. കാക്ക ഇങ്ങനല്ലേ നെല്ല് കൊത്തി തിന്നാൻ വരത്തില്ലേ? അതേപോലെ ഒരു നടൻ വരുന്നത് ഇങ്ങനെ കാക്ക ചാടുക. അതേപോലെ ഈ കാക്ക നമ്മൾ കള്ളക്കാക്ക വന്ന് നമ്മൾ അടുത്തിരുന്നിട്ട് കാക്കനെ വന്നിരുന്നിട്ട് അത് മോർഫിങ്ങിലൂടെ ഒരു നടനായിട്ട് മാറുന്നു. എൻ്റെ കർത്താവേ, ദയവ് ചെയ്ത് ആ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തിരിക്കുന്ന കയർ വെച്ച് തിരിച്ചിട്ടുണ്ട്. സ്ത്രീകളിരിക്കുന്ന പിരിക്കുന്ന പുരുഷന്മാർ ആരും ഡൈവ് ചെയ്ത് ഇപ്പുറത്തോട്ടിരിക്കേണ്ടതാണെന്ന്. എന്താ ഡൈവ് ചെയ്ത് ദയവ് എങ്ങനെ കൗണ്ടറുകൾ പെർസെൻ്റ് കോമഡിയിൽ വരും. പ്രകൃതിയും ഈ കാറ്റും ഒരുപാട് ശബ്ദങ്ങളാണ്. ഒരുപാട് വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ പെട്ടെന്ന് മിമിക്രി അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും ശബ്ദം അനുകരിക്കാൻ പറ്റും? പ്രകൃതിയിൽ നിന്നായിരുന്നു ജോസഫ് വിൽസൻ്റെ എല്ലാ മിമിക്രിയും തുടങ്ങുന്നത്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെയ്താലോ? പഴയ ഓർമ്മകളിലേക്കൊന്ന് പോയാലോ? അതായത് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ ഒരു സദസ്സിൽ ഞാൻ പറയാം, നമ്മളിപ്പോൾ സ്റ്റേജിൽ നിന്നാൽ പോലും ഈ മിമിക്രി എന്നുള്ള ശബ്ദം അതിൻ്റെ പെർഫെക്ഷൻ വരണമെങ്കിൽ അതിൻ്റേതായ സാങ്കേതിക തികവുകൾ വേണം. പ്രകൃതിക്ക് സ്വമേധയാ ഡിജിറ്റലുണ്ട്. കോടിക്കണക്കിന് ഓംകാര സമൃദ്ധമാണ് നമ്മുടെ ഭൂമി. ഇപ്പോൾ സംഗീതമായാലും ചെറിയ ചെറിയ ശബ്ദങ്ങളായാലും ഇപ്പോൾ യേശുദാസിൻ്റെ കച്ചേരി ആ പാട്ടും സിനിമാ ഗാനവും കേരളം കേരളം അതും ശതമീ രാത്രിയിൽ വാദ്യകോ അതെല്ലാം കേൾക്കൊണ്ടിരിക്കുക. ക്ലാസിക് മ്യൂസിക്, കോടിക്കണക്കിന് വെറൈറ്റി വെസ്റ്റേൺ മ്യൂസിക്, ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. നാസറ നേരത്തെ കേൾപ്പിച്ചില്ലേ? ഇപ്പോൾ കാക്കാരൻ പ്രകൃതി ഓംകാരമാണ്. ഓംകാരം പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ കാറ്റും മഴയും വെഞ്ഞും ഒരേ സമയത്ത് കേൾക്കുന്ന നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ദലമർമരങ്ങൾ, മഴത്തുള്ളിക്കിലുക്കങ്ങൾ, ദീർഘനിശ്വാസം, കോടിക്കണക്കിന് മനുഷ്യരുടെ ശബ്ദ ദീർഘനിശ്വാസങ്ങൾ, അതുമാത്രം മതി ശബ്ദം. കൊടുങ്കാറ്റാകാം, ഒരു കോടിക്കണക്കിന് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഈ ജീവജാലങ്ങളുടെ ശബ്ദങ്ങളെല്ലാം, ഈ ശ്വാസനിശ്വാസങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കേൾപ്പിച്ചാൽ എത്ര കൊടുങ്കാറ്റിൻ്റെ ശബ്ദമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. നമ്മളിങ്ങനെയൊക്കെയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോസഫ് വട്ടാന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഓംകാരമാണ് ആദ്യം ഫസ്റ്റ് കിട്ടിയത്. ഒന്ന് ചെയ്യാമോ? അപ്പം ഭയങ്കര പാടാണ്, എന്നാലും ഭയങ്കര പാടാണ് അത്. ശരി, കുറച്ച് പാവും. അത് ഇപ്പം ഭയങ്കര പാടാണ്, അത് ഫലം കിട്ടത്തില്ല. മനസ്സിലാ? ഇങ്ങനെ ചെന്ന് ചെയ്യട്ടെ. ഇങ്ങനെ പോവും. ശബ്ദം പ്രശ്നമുണ്ട്, സൗണ്ട് വേണം. അപ്പോൾ ആ ശ്വാസം ഇങ്ങനെ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ വയസ്സാറുപതായ ആയി ചാകാറായി ഓരോ എന്ന് പറഞ്ഞാൽ 10 കൗണ്ടർ വരും. അതേ ചാകാറായി, ഐശ്വര്യ റായി, സത്യജിത്ത് റായ്, ഒബ്രോയ്, നമ്മുടെ ബഹുമാനായ പിണറായി, ജോസഫ് വിൽസൺ ചാകാറായി. ടെലിവിഷൻ ചാനലുകളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഗ്രൂമർമാരായിട്ടിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് ജോസഫ് വിൽസൺ അത്തരം ഒരു വഴി തിരഞ്ഞെടുക്കാത്തത്? അതെ
ഇപ്പോൾ നമ്മുടെ ചാനലിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡയറക്ടർമാരായാലും ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറായാലും അങ്ങനെയുള്ള ബഹുമാനീയരായിട്ടുള്ള ഉന്നതങ്ങളിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഒരുപക്ഷെ എന്നെ പുറന്തള്ളുമല്ലോ, എന്നെ അറിയാവുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് അവർ ചെന്ന് കാണുകയും നിരന്തരം കാണുകയും നിരന്തരമായി പറയുകയും ചെയ്യുകയും 10 എണ്ണം ചെയ്യുമ്പോൾ 10 നല്ല കോമഡി ഷോയും അതിലൊരു ഇപ്പോൾ 100 എണ്ണം ചെയ്യുമ്പം 100 കോമഡി ചെയ്യുമ്പോൾ ഒരു 10 കോമഡി ഷോയും ബാക്കിയെല്ലാം മട്ടി ഷോയും ആകാറുണ്ട്. മനസ്സിലായോ? 10 എണ്ണം ചെയ്യുമ്പോൾ നല്ലതാവും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, എൻ്റെ ശിഷ്യന്മാരെന്നല്ല സഹപ്രവർത്തകർ, ശിഷ്യന്മാരും ഉണ്ട്, അവരെല്ലാം ചെയ്യുമ്പോൾ അത് മനോഹരമാണ്. പിന്നെ ഞാനായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് പറഞ്ഞില്ലേ ഒരു പരിമിതികളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുക, ഒഴിഞ്ഞ് നിൽക്കുക. പിന്നെ കൗണ്ടറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. ചിലപ്പോൾ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ കഥാപ്രസംഗം കളിക്കുമായിരുന്നു. കഥാപ്രസംഗം ഞാൻ കൊല്ലം സിറാജ്, കോട്ടയം നസീർ ഒക്കെ ഉള്ള സമയത്ത്. അപ്പോൾ അതിനകത്തൊരു രണ്ട് കരക്കാർ തമ്മിൽ അനൗൺസ്മെൻ്റാണ്. പ്രിയമുള്ളവരെ, ഒരു മത്സരമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നടത്തുന്നത് തെക്കേക്കര A വാർഡിലെ കുടുംബാംഗങ്ങളാണ്. അപ്പം മറ്റവൻ സഹിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഇതിനേക്കാൾ ഉജ്ജ്വലമായ നാളത്തെ പരിപാടി നടത്തുന്നത് വടക്കേക്കരയിലെ ജനാർദ്ദനും കുടുംബവും സംഘവും നാട്ടിലുള്ള എല്ലാവരുമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, വേറെ അറിയിപ്പുണ്ട്. ഒരു അക്കച്ചിയുടെ ഒക്കത്തിരുന്ന കൊച്ചിനെ കാണാതിരിപ്പുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ കച്ചിത്തുറയിൽ നിന്നാണ് കിട്ടിയത്. ആരെങ്കിലും കൊച്ചുമായിട്ട് വന്നു കഴിഞ്ഞാൽ അക്കച്ചിയുടെ ഒക്കത്ത് കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കും എന്ന് കൊച്ചാപ്പി. അപ്പോൾ അങ്ങനെ പറയും. പ്രിയമുള്ളവരെ, അപ്പോൾ മറ്റേ കക്ഷി എങ്ങനെയല്ല എന്നെ അവസാനിപ്പിക്കുന്നത്, ഇനി വിളിച്ചു വരാൻ സമ്മതിക്കരുത്. ദയവ് ചെയ്ത് ആ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തിരിക്കുന്ന കയർ വെച്ച് തിരിച്ചിട്ടുണ്ട്. സ്ത്രീകളിരിക്കുന്ന പുരുഷന്മാർ ആരും ഡൈവ് ചെയ്ത് ഇപ്പുറത്തോട്ടിരിക്കേണ്ടതാണെന്ന്. എന്താ ഡൈവ് ചെയ്ത് ദയവ് എങ്ങനെ കൗണ്ടറുകൾ പെർസെൻറ്റ് കോമഡിയിൽ വരും. എന്നിട്ട് ഏറ്റവും അവസാനം പ്രിയമുള്ളവരെ, ഏറ്റവും ഒടുക്കത്തെ ഒരറിയിപ്പുണ്ട്. നിൻ്റെ വന്നോടെ കൊടുക്കുന്നു ഈ വിഷയത്തിലെ ഇത് ഏറ്റവും ഒടുക്കത്തെ അറിയിപ്പാണ്. നിൻ്റെ അവിടെ നീ വേടാ, എൻ്റെ അല്ല നിൻ്റെ. പ്രിയമുള്ളവർ, ഏറ്റവും അവസാനത്തെ ഒരു അറിയിപ്പാണ്. ഇനി ഇതിനപ്പുറത്ത് വേറെ അറിയിപ്പുണ്ടാവരുത് അതിനെപ്പറ്റി. പ്രിയമുള്ളവരെ, ഒരറിയിപ്പോട് വേണ്ട. ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ മറ്റൊരറിയിപ്പുണ്ടായിരിക്കുന്നതല്ല. ശബ്ദാനുകരണ കലയുടെ ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത്. ഓ, അതങ്ങനൊന്നും ഇല്ല, കുറച്ചൊക്കെ ചെയ്യാൻ കഴിയും, അത്രേ ഉള്ളൂ. എന്താ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ? അത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യണ്ട, കടൽ പോലെ കിടക്കുമല്ലയോ, ഇതുപോലെ കിടക്കുമല്ലേ പ്രകൃതി പോലെ. അപ്പം പ്രകൃതിയിൽ നിന്ന് തന്നെ തുടങ്ങാം ചെറുതായിട്ട്. ഇപ്പം നമ്മൾ പ്രഭാതം എന്നൊക്കെ പിള്ളേർ പറയുന്നത് അങ്ങനെയല്ല, അതൊരു ഒരു ഐഡിയ വയ്ക്കുന്നില്ല, ആശയങ്ങളാണ് നമ്മൾ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്നും ഇങ്ങനെ തന്നെ കാണും, പ്രകൃതിയും ഈ കാറ്റും. അപ്പം ഇങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ. അപ്പുറത്ത് പശു അവിടെ നിന്ന് കേൾക്കുമ്പോൾ എന്ന് കേൾക്കും. അടുത്ത് വരുമ്പോൾ ഇത് ആന കരെ ദൂരെ കാട്ടിലൊക്കെ ആകുമ്പോഴോ അടുത്ത് വരുമ്പം അങ്ങനെ ക്ലോസ് ഷോട്ടുണ്ട്, ക്ലോസും അടുത്തും അങ്ങനെ വേരിയേഷൻസ് ഒരുപാടില്ലേ, തരംഗങ്ങൾ ശബ്ദമല്ലേ. അപ്പോൾ പിന്നെ കാറ്റടിക്കും. ഇതെല്ലാം ഇടിയും മഴയാകുമ്പോൾ ഇവിടെ വേറെ തലമാവും, നമ്മൾ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഓംകാരം പോലെ വരും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ ലാപ്പിൽ ഇതിൻ്റെ ക്യാമറയിൽ ചെയ്യുമ്പോൾ ഒട്ടും പെർഫെക്ഷൻ കിട്ടത്തില്ല. നമ്മളീ പശു പോയല്ലേ, വലിയ പശു കരയുമ്പോൾ എന്ന് പറയും. അപ്പോൾ അത് കരഞ്ഞ പശു കരഞ്ഞ കേട്ടോ, അതിനെ അനുകരിപ്പിക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ കിടാവ് കരയുമ്പം അല്ല എന്ന് കരയും.
അപ്പോൾ ഈ കിടാവിനെ തീറ്റാൻ പോയ ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു. ഗോക്കളമേച്ചും കളിച്ചും ചിരിച്ചും ലീലകളാ, ആ പാട്ട് കേട്ടിട്ടില്ല. അതേപോലെ ഈ ഗോക്കളം മേയ്ക്കാൻ പോയ അദ്ദേഹമായിരിക്കും ഒരു പക്ഷേ തമ്പുരു കണ്ടുപിടിച്ച്. എങ്ങനെ ഈ ഇളയ പശു കുഞ്ഞും പശു കിടാവ് കരയുമ്പോഴേ അതിനകത്ത് തമ്പുരു കണ്ടുപിടിച്ച അദ്ദേഹം എങ്ങനെ മാ മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് മോർഫ് ചെയ്ത് കാലത്തിൻ്റെ ഇന്നത്തെ ഡിജിറ്റൽ യുഗമായി. ഈ ഡിജിറ്റൽ യുഗത്തിലാകുമ്പോൾ ഈ തമ്പുരുവിൻ്റെ ശബ്ദം പോലാണ് നമ്മുടെ ഒരു വലിയ സിനിമാ നടത്തുന്നത്. അദ്ദേഹം അന്തരിച്ചു പോയി. അതിൽ നിന്ന് മോർഫിങ്ങിലൂടെ, നിങ്ങൾ പറഞ്ഞില്ലേ മോർഫിങ്, സൗണ്ട് മോർഫിങ് ചെയ്തിട്ടുണ്ട്. ഈ തമ്പുരു പശുവിൻ്റെ കിടാവിൻ്റെ ആ ശബ്ദം വന്നിട്ട് അത് തമ്പുരു, ആ തമ്പുരിൻ്റെ ശബ്ദം ഒരു നടൻ്റെ ശബ്ദമായിട്ട് മാറുമ്പോഴോ അതെങ്ങനെയായ 3 മോർഫിങ്ങാണ്. അപ്പോൾ അതൊന്ന് കേൾക്കാം. പോടാവുല്ലേ അറിയും ഞാൻ. മേലേടത്തെ കൊച്ചമ്പരാട്ടിയെ കണ്ടപ്പോൾ പെണ്ണെന്നെ അങ്ങ് മറന്നു. ഠിം, ഈ കൊച്ചുവാവ എടുത്ത് കളി വേണ്ട. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടാണ് ആദ്യം ഇഷ്ടം. കരോളനും പള്ളിയിലെ പാട്ടും പിന്നെ സംഗീതജ്ഞന്മാരുമായിട്ടുള്ള ഒരുപാട് ബന്ധമുണ്ട്. എം ജയചന്ദ്രൻ സാറ്, എം ജയചന്ദ്രൻ, അലക്സ് പോള്, അങ്ങനെയുള്ള സംഗീത രംഗത്ത് സർവകലാശാലയിൽ നിന്ന് വന്നത് കാരണം ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ദേശീയ താരങ്ങളടക്കം ഒരുപാട് പേരുമായിട്ട് ഉള്ള ആത്മബന്ധം എനിക്കുണ്ട്. അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു വല്ലാത്തൊരു ലോകമാണ്. അപ്പോൾ അതിലായിരുന്നു ആദ്യം. പക്ഷേ ഇപ്പോൾ സംഗീതം പഠിക്കേണ്ടത് കൊണ്ടും അതിനൊരുപാട് സ്വര രാഗ ഭാവ താളങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടും നിരന്തര പരിശീലനങ്ങൾ വേണ്ടുന്നതുകൊണ്ടും അഭ്യസിക്കാത്തത്, അതായത് നല്ല വിദ്യ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്ത ഒരാളുടെ മനസ്സും അയാളുടെ സ്നേഹവും എപ്പോഴും അപകടകരമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ നിരന്തരം അഭ്യസിക്കുകയും പരിശീലിക്കുകയും ഹൃദിസ്ഥമാക്കുകയും അത് റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് കല. അതങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് പ്രകൃതിയാണ് നമുക്ക് ആദ്യ പാഠങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് വിഷമതകളുണ്ടാകുന്നത്. ഇപ്പോൾ പഠിച്ചറിവും തിരിച്ചറിവും കൂടെ ഒരുമിപ്പിക്കണം. അപ്പോൾ ഈ ശബ്ദം, ഇപ്പോൾ സംഗീതം തമ്പുരുവിൻ്റെ ശബ്ദം വെച്ച് ഇപ്പോൾ എം ജയചന്ദ്രൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം കച്ചേരി നടത്തുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഈ ക്ലാസിക് മ്യൂസിക് നമുക്കൊരു മിമിക്രി ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത വർഷം അത് വെച്ചിട്ട് ബേസ് ചെയ്തൊരു സംഭവം ചെയ്തപ്പോൾ മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടി. അത് ഈ തമ്പുരു കേട്ടോ. അപ്പോൾ വെറുതെ അല്ല, അപ്പോൾ വയലിൻ അത് ക്ലാസിക്കാണ്. തമ്പുരു കച്ചേരിക്കാരൻ പാടുന്നു. ഈ കച്ചേരിക്കാരൻ പാടുമ്പോൾ വയലിനനുസരിച്ച് വയലിൻ പാടുന്നു. അതിനകത്ത് എന്തൊരു തമാശ ഇരിക്കുന്നു, ഒന്നുമില്ല. അപ്പോൾ അതിൽ മിമിക്രിയും കൂടെ ആക്കണം. മിമിക്രിയാണ് എങ്കിൽ അതിനകത്ത് ധർമ്മം വേണം. ധർമ്മം ഉണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ആകർഷിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു കാക്ക കരയുന്നപ്പോൾ ഇതുവരെ കാക്ക അറിഞ്ഞ കാക്ക കൊള്ളാം, നല്ല മിമിക്രി ശബ്ദം. പക്ഷേ അതിനൊരു ഐഡിയ വരുമ്പോഴോ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് കാക്ക അറിഞ്ഞാലോ, ഇംഗ്ലീഷ് കാക്ക അറിഞ്ഞ്. അതുകൊണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ മലയാളത്തിലെ കാക്ക ആദ്യം കരഞ്ഞ്. ഇതിട്ട് ഹിന്ദിക്കാരൻ സഹിക്കും. ഹിന്ദിയിലെ കാക്ക അപ്പം ഇങ്ങനെ കാക്കയിൽ തന്നെ വിരുന്ന് കാക്ക. കൈത വാഴ കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു. അപ്പം അമ്മമ്മ എടുത്ത് ചോദിച്ചാൽ എന്താ അമ്മമ്മ വിരുന്ന് വിളിക്കുന്ന കാക്ക? അപ്പം മൂന്തേ ആ കേട്ടോ, ആ കാക്ക പറയുന്നത് കേട്ടോ, അതാ വിരുന്ന് വിളിക്കുന്നത്. എങ്ങനെ? അപ്പം ഞാൻ ശ്രദ്ധിച്ചു എങ്ങനെ. അപ്പം വല്യമ്മ പറയും, എടി ഈത്ത കുറച്ച് ചോറ് കുറച്ചും അരി വിടും മക്കളെ. എന്താ പറ്റി? ദേ വിരുന്ന് കാക്ക വിളിക്കുന്നു. ഇന്ന് ആരൊക്കെയോ വിരുന്നിന് വരുന്നുണ്ടെന്ന്. സത്യത്തിൽ നിരന്തരമായിട്ടും വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ട്. നമ്മളോരോ വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത് നിരന്തരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ വിശ്വാസത്തിലേക്കും ആ വിശ്വാസം പിന്നെ അന്ധവിശ്വാസത്തിലേക്കും പോകാറുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ കാക്ക കരഞ്ഞു. അപ്പോൾ ഈ കാക്ക കരഞ്ഞ് നമ്മൾ മരണക്കാക്ക കരയുന്നത് എങ്ങനെയാണ്?
അത് അങ്ങനെ കരയുന്ന കേട്ടാൽ മരണം കേൾക്കുമെന്ന് പറയട്ടെ. എങ്ങനെ ഇങ്ങനൊരു ശബ്ദം വരുത്തും. അപ്പോൾ വല്യമ്മച്ചി പറയും, മക്കളെ ഇന്ന് എവിടെയോ ആരെങ്കിലും ചത്തുന്നാ തോന്നുന്നത്. തീർച്ചയായിട്ടും മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകൃതിയിലൊരു പാഠങ്ങളാണ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇത് ഞാൻ ചെയ്തപ്പോൾ ഒരു മോർഫി വന്നു. അപ്പോൾ മോർഫി മിമിക്രി ആക്കിയപ്പോൾ നമ്മുടെ ഒരു നടൻ കാക്ക ചാടുന്നത് പോലെ ചിലപ്പോൾ ചാടുണ്ട്. അദ്ദേഹം വരുന്നതൊക്കെ കാക്ക ഇങ്ങനെയല്ലേ നെല്ല് കൊത്തി തിന്നാൻ വരത്തില്ലേ, അതേപോലെ ഒരു നടൻ വരുന്നത് ഇങ്ങനെ കാക്ക ചാടും. അതേപോലെ ഈ കാക്ക നമ്മൾ കള്ളക്കാക്ക വന്ന് നമ്മൾ അടുത്തിരുന്നിട്ട് കാക്കനെ വന്നിരുന്നിട്ട് അത് മോർഫിങ്ങിലൂടെ ഒരു നടനായിട്ട് മാറുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എടാ ബാലകൃഷ്ണ, എൻ്റെ ദൈവമേ, ഈ കള്ളന്മാരെ നടുവിലിട്ട് എന്നെ എന്തിനെങ്കിലും പീഡിപ്പിക്കണേ, പോളത്തിണ്ട് എൻ്റെ അമ്മേ. അങ്ങനെ കുറച്ച് ഒരു മോർഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രകൃതിയെയും പ്രകൃതിയുടെ ഇമിറ്റേഷൻ വിത്ത് ആൻ ആക്ഷൻ, അനുകരണമാണ് കല. പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങളും പഠനങ്ങളും അനുകരണങ്ങളിലും അതിൻ്റെ അനുരണനങ്ങൾ പ്രകൃതിയായിട്ട് ഇറങ്ങി ചേർന്ന എല്ലാ കവിതയും. ഇപ്പോൾ ഉദാഹരണം ഞാൻ എല്ലായിടത്തും പറയാറില്ല. ഇപ്പോൾ ON V കുറുപ്പ് സാറ് അദ്ദേഹം കുട്ടിക്കാലത്ത് മിമിക്രി ഇഷ്ടപ്പെട്ടത് മിമിക്രി ആയിരുന്നു ഒരർത്ഥത്തിൽ. ഇതെല്ലാം സത്യത്തിൽ തുടക്കം മിമിക്രിയാണ്, പാട്ടും എന്നുള്ള തുടങ്ങി. അതെങ്ങനെ വരും? അപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ഇപ്പോൾ മിമിക്രി കലയല്ല എന്നൊക്കെ സംഗീത നാടക അക്കാദമി മിമിക്രി ഏത് വിഭാഗത്തിൽ പെടുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ആ കലാകാരന്മാരെ ഒഴിവാക്കിയിരുന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല, അതൊക്കെ മാറും. വരാതിരിക്കുമോ കണ്ണൻ എന്ന് പറയുന്നത് പോലെ മാറ്റുവിൻ ചട്ടങ്ങളെ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് രേഖപ്പെടുത്തി. അത് നമ്മുടെ കൊല്ലം സറായിക്കായ്ക്ക് കിട്ടി. എൻ്റെ പേര് നിർദ്ദേശം വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതിനേക്കാളും മുതിർന്ന ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അദ്ദേഹത്തിന് കൊടുക്കുന്ന സങ്കടമില്ല. പിന്നെ അതിൻ്റെ പേര് ഇന്നലെ മിമിക്രി കാണിച്ചു തുടങ്ങി പറഞ്ഞിട്ട് ചാനലിൽ വന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതിൻ്റെ പേരിൽ കലാശാല കലോത്സവങ്ങൾ ജഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ ഗുരുപൂജ അവാർഡ് കൊടുക്കാൻ അതിനോടൊക്കെ ഞാൻ പ്രതിഷേധം ഉണ്ടാവും. നല്ല അറിവ് പരിജ്ഞാനം കുറച്ചൊക്കെ വിദ്യാഭ്യാസവും അതൊക്കെ നോക്കണം അല്ലേ. പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സങ്കടകരമായ അനുഭവങ്ങളുണ്ട്, അതൊന്നും പറയാൻ പാടില്ല, എന്തെങ്കിലും വരും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഇപ്പം ജോസഫ് വിൽസൺ മിമിക്രി തുടങ്ങുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം മിമിക്രിക്ക് ഇവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നു? അന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം പറഞ്ഞു പോയ കാര്യമാണ് അതെടുത്തിട്ടുണ്ടായത്. അതായത് മിമിക്രി ഒരു കലയല്ല, അതൊരു ഏത് വിഭാഗത്തിൽപ്പെടുത്തും എന്ന് പറഞ്ഞ് സംഗീത നാടക അക്കാദമിയിൽ ആ ഒരു ചിന്ത മിമിക്രി. അപ്പം അതിനുവേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് സഹോദരന്മാർ എറണാകുളത്തും തിരുവനന്തപുരത്തും കൂടുതലും കൊച്ചി കേന്ദ്രമാക്കിയിട്ടുള്ള മിമിക്രി കലാകാരൻ KS പ്രസാദ് അടക്കമുള്ളവരൊക്കെ അതിന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കും. അത് കേരള യൂണിവേഴ്സിറ്റി പ്രതിഭയായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു അതിൻ്റെ നിരന്തരമായിട്ടുള്ള രീതി കൊണ്ടാണ്. പിന്നെ അവർ പറയുന്നത് എന്തുവാ, നിരന്തരമായിട്ട് സിനിമാ താരങ്ങളെ ഇപ്പം സുകുമാരനെ അനുകരിക്കുന്നു. അല്ല അമ്പടി കള്ളി ഇങ്ങനെ കുടിക്കാൻ ചായ അത് അങ്ങനെ. ഇപ്പം ഉമ്മർ വന്നു, മൂളി സൂഫി നിനക്ക് നീ വാങ്ങിത്തരും അത് അങ്ങനെ. അപ്പോൾ സ്റ്റീല വന്നു, എൻ്റെ കുട്ടിച്ചാനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. അപ്പോൾ സിനിമ വന്നു. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ അത്രയും മനോഹരമായിട്ട് താരങ്ങളെ അനുകരിച്ചിട്ടും അതിനെ അംഗീകരിക്കാത്തൊരവസ്ഥ വന്നു. അപ്പോൾ പ്രകൃതിയെ സന്നിധി സാധാരണമായിട്ട് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിച്ചു. താൻസം പാടി മഴ പെയ്ക്കുന്നത്, ഞാൻ താൻസം പാടി മഴ പെയ്ക്കുന്നത് ചെയ്താണ് ഒരു വർഷം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടായി. ഞാനൊരു വഴിത്തിരിവ് അങ്ങനെയല്ല ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്. അതുകൊണ്ടല്ല ഞാനാണ് മിമിക്രി കണ്ടുപിടിച്ചൊന്നുമല്ല, ഞാൻ കുറേ പേരെ തുടർച്ച. പക്ഷേ എനിക്ക് എൻ്റേതായ സംഭാവനകൾ ചെയ്യാൻ പറ്റി. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം മിമിക്രി. ഞാൻ പണ്ട് സ്വപ്നം കാണുമായിരുന്നു, ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ഓർക്കസ്ട്ര ഇല്ലാതെ അതേപോലെ നിന്ന് മൊത്തം യേശുദാസ് പാടുന്നത് അദ്ദേഹം പാടുന്ന പോലെ ഒരു പാട്ട് ഓർക്കസ്ട്ര സഹിതം എല്ലാം അതുപോലെ തന്നെ അങ്ങ് കേൾപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കും. അത് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്
ഒരു കുറച്ച് സംഭവമാണ്. ഉത്രാട പൂനിലാവ് എന്നുള്ള പാട്ട് ഒരു പള്ളിയിലെ കോറസ് പാടുന്ന ചെയ്തിട്ടുണ്ട്. അത് ഉത്രാടപ്പൂനിലാവേ വാ, അത് പലതരത്തിലുള്ള പാടുന്നത്. അന്ന് ഒരു 88 യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ഉത്രാടപ്പൂനിലാവ് അത് ഒരു പള്ളിയിലെ കോറസ് അല്ലെങ്കിൽ ഒരു മുസ്ലിം പാടുമ്പോൾ, മുസ്ലിം ഗായകൻ പാടുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഗായക സംഘം പാടുമ്പോൾ, ക്രിസ്ത്യൻ ഗായക സംഘം പാടുന്നത് ഭയങ്കര പാടാണ്. അതിപ്പോൾ ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കാളത്തിൽ വാടിയെ പൂവാണി ഇത്തിരി പാൽ ചൂരത്താൻ ഇതിപ്പോഴും സൗണ്ടൊന്നും ഇല്ല. സിസ്റ്റത്തിൽ നല്ല സിസ്റ്റത്തിലൊക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ആൾക്കാർ കൈയടിക്കും. അപ്പോൾ ജോസഫ് ഫിലിപ്സിനെ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാത്തോളം. കാരണം ഇത്ര റിസ്ക് എടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് ആകുമ്പോൾ ഓവർ ഭയങ്കരമാണ്. ഞാൻ പറയാം അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ അങ്ങ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഭയങ്കര അത്ഭുതമൊന്നുമില്ല. അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ഒരു പാഷൻ എന്ന് പറയാം, അതെങ്ങനെ ചെയ്യണം, അത് മനോഹരമാക്കിയിട്ടോ അത് ഞാൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് തരുന്ന സ്നേഹം. എനിക്ക് കലയെ ഞാൻ സ്നേഹിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അങ്ങ് ലോകപ്രശസ്തി കയറി അങ്ങനെ ആവാനൊന്നുമല്ല. എനിക്ക് സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേര് വരുമ്പോൾ അവർക്കെല്ലാം സ്നേഹം വാരിക്കോരി കൊടുക്കുക, അവരെ കെട്ടിപ്പിടിക്കും, അവരുമായിട്ട് കൂടാൻ. അങ്ങനെ ആ കൂട്ടത്തിൽ പെട്ടുപോയാണ് ഞാൻ ഒരുപാട് മദ്യപത്തിൻ്റെ അവസ്ഥയിലായിപ്പോയത്. ആ സ്നേഹം സൗഹൃദങ്ങൾ വർദ്ധിച്ചപ്പോൾ, നന്മ നിറഞ്ഞ കുറേ മനസ്സുകൾ കൂടുമ്പോൾ, അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോ മദ്യത്തിനടിമയായി പലരും മരിച്ചു പോയിട്ടുണ്ട്. മദ്യത്തിൻ്റെ അവസ്ഥയിൽ അവർ എല്ലാം മറന്നുപോയി. ഏതാ ഇപ്പോൾ കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ഈ കഴിഞ്ഞ ഓണത്തിന് വിറ്റത്. അത്തരത്തിൽ പുതിയ തലമുറയും മദ്യപാനശീലത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കലാകാരന്മാർ നാശത്തിൻ്റെ വഴിയിലേക്ക് പോവുകയല്ലേ? കാരണം പിന്നെ ജീവിതത്തിൻ്റെ ഇന്നലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒത്തിരി സ്നേഹിച്ചവർ പ്രതീക്ഷയോടുകൂടി നാളെ കാണാം ഓക്കേടാ എന്ന് പറഞ്ഞു വരുന്നവർ പിറ്റേന്ന് മരിച്ച് മൂക്കെ പഞ്ഞു വെച്ചുകൊണ്ട് വരുമ്പോൾ എന്തൊരു ജീവിതം ഇത്, എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് ചിന്ത വരുമ്പോൾ നമ്മളറിയാതെ മദ്യപാനത്തിലേക്ക് പോകും. ചെറിയ ചെറിയ രസത്തിന് വേണ്ടി മദ്യപിക്കുന്നവർ ഒരുപാട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ അങ്ങ് പോകും. പിന്നെ അതിൻ്റെ ആ രാസപ്രവർത്തനം നമ്മുടെ ബോധത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവനെയും ജീവിതത്തെയും ആകെ തകർക്കും. ശരീരം ഈശ്വരൻ്റെ ആലയമാണ്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് സ്ഥിതി ചെയ്യുമെന്ന് പറയാറുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യം നശിക്കുമ്പോൾ, തൊണ്ടയുടെ ശക്തി പോകുമ്പോൾ, കേൾവി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് അലസമാകും. പിന്നെ നമ്മളൊന്നും കൊള്ളാത്തവർ ഇന്നലെ വരെ പുഷ്പമേ ഭുവന പദത്തെങ്കിൽ എത്ര ശോഭിച്ചു എന്ന് പറഞ്ഞ് ഉമ്മ വയ്ക്കുന്നവരൊക്കെ ഗുരുമാരനാശാൻ പാടിയതുപോലെ ഇന്നലെ വരെ നീ എത്ര ശോഭിച്ചിരുന്നു എന്നാരും ശ്രദ്ധിക്കുന്ന പോലെ അല്ല, ചവിട്ടി തേച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മദ്യപാനങ്ങളുടെ ദുശീലങ്ങൾ ആരുത് എന്ന് പറഞ്ഞാൽ പോരാ, അതെന്തുകൊണ്ടാണെന്ന് പഠിപ്പിക്കണം. തൊട്ടേല ശീലം ചൂടല. നമ്മൾ അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല, പക്ഷേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ചെയ്യും. അരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രവണത ആദിഭാവം. ദൈവം നമ്മൾ ബൈബിളിലേക്ക് തന്നെ പോകും. അങ്ങനെ പറയുമ്പോൾ ദൈവം പറഞ്ഞാൽ അത് തിന്നരുതെന്ന്. തിന്നണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും വാദമാവുമ്പോൾ. പിന്നെ വേണ്ട ദൈവം പറഞ്ഞല്ലേ. പിന്നെ ഇടയ്ക്ക് സാത്താനോട് വന്ന് ആ കഥയാണെങ്കിൽ പോലും സത്യമോ മിഥ്യ എന്തായിക്കോട്ടെ, അതിനകത്ത് അരുത് എന്ന് പറഞ്ഞാൽ പോരാ. അതെന്തുകൊണ്ടാണെന്നോട് ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് പഠിപ്പിക്കണം. കാരണം അരുതെന്ന് പറഞ്ഞാലേ അവർ ചെയ്തിരിക്കും. അത് ചെയ്യാനുള്ളൊരു പ്രവണത നമ്മളിലുണ്ടാവും.
അപ്പോൾ അത് ഇപ്പോൾ ഒരു കുട്ടിയെടുത്ത് അത് പറയാൻ ഒരുപാട് പറഞ്ഞു പോകും. ഒരു മഹാൻ്റെ വാക്കുകളാണ് അത്. അദ്ദേഹം ഭാര്യയായിട്ട് ഒരു പാർക്കിൽ പോയി, പേരൊക്കെ തല മറന്നുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ തള്ള പറഞ്ഞു, മോൻ ആ മുതലക്കുളത്തിൻ്റെ അടുത്ത് പോരുതേ, അത് വീണുപോയി നമ്മൾ കഴിക്കും. എന്നിട്ട് അവർ വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ഒത്തിരി കുഞ്ഞിനെ കണ്ടില്ല. അപ്പോൾ അദ്ദേഹം വേറെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യ ഓടി വന്ന് പറഞ്ഞു, അയ്യോ ചേട്ടാ, എന്താ ഈ മോനെ കാണുന്നില്ല, അതിനിപ്പോൾ എൻ്റെ കുഞ്ഞ് എവിടെ പോയി, നിങ്ങളൊന്ന് തിരക്ക്. ഇതൊക്കെ അഭിനയമാണ്, നിങ്ങൾ തിരക്ക് മനുഷ്യ, എൻ്റെ കുഞ്ഞ്. അച്ഛൻ്റെ ഹൃദയം ഒരുപാട് വേദനിക്കുന്ന പോലെ അതിൻ്റെ 10 ഇരട്ടി വേദനിക്കുമായിരിക്കും. പക്ഷെ പൗരുഷമായ ഒരു കരുത്ത്. സമാധാനപ്പെടുക. അവൻ എവിടെയെങ്കിലും പോകരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? നീ അവൻ്റെ അടുത്ത് അത് എവിടെയെങ്കിലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നു. എവിടാ? മുതല കിടക്കുന്ന കുളത്തിൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ അവസാനമായിട്ട് അവനെ അവിടെ ചെന്ന് നോക്കാം. അവൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർക്ക് മുതലായിട്ട് കല്ലൊക്കെ ഇട്ട് കൊടുത്ത്, അമ്മേ എൻ്റെ അമ്മ പറഞ്ഞ മുതല. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മുതലേ നീ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞാൽ അരുത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അരുതെന്ന് പറഞ്ഞാൽ പോരാ, അതിനെ പഠിപ്പിക്കണം. മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. ഒരു ദിവസം എത്ര കോടിക്കണക്കിന് രൂപ കളയുന്നു ഒരു സ്ക്രീൻ കൊണ്ടുവച്ചിട്ട്. അതിൻ്റെ ലഹരി വസ്തുക്കൾ, അതിൻ്റെ ആകിരണം, അതിൻ്റെ വികർഷണം, അതുണ്ടാക്കുന്ന ആദ്യത്തെ സുഖം, അതുണ്ടാക്കുന്ന നാശം, ഇതെല്ലാം കുഞ്ഞുനാളിൽ ഒരു കടലാസിലെന്ന പോലെ എഴുതുന്നത് പോലെ കുഞ്ഞു മനസ്സുകളിൽ അതിൻ്റെ ദോഷവശങ്ങളൊക്കെ സിനിമാറ്റിക്കായിട്ട് പഠിപ്പിക്കട്ടെ, അത് കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ 24 മണിക്കൂർ മൊബൈലുമായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് പഴയ പാഠങ്ങളൊന്നും കേൾക്കത്തില്ല. അവരെ സ്കൂളിൽ സ്ക്രീൻ സെറ്റ് ചെയ്യട്ടെ. ഇത് ലഹരിക്കെതിരെ അതിൻ്റെ പാഠങ്ങൾ ഒരാൾ കഴിക്കുന്നു, ആകർഷിക്കുന്നത് എങ്ങനെയല്ല നമുക്കത് വരുന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞു മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അവരത് ഓർക്കും. അരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർ അത് തന്നെ കഴിക്കും. അതാ നമ്മുടെ കുഴപ്പം. ഇതിൻ്റെ ഞാൻ അനുഭവിച്ചു പോയ ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ്, എൻ്റെ കൂടെ പഠിച്ചൊരു ജഡ്ജസുണ്ട്, ഞാൻ പഠിപ്പിച്ച ഒരു സംവിധായകന്മാരും ദേശീയ അവാർഡുകളൊക്കെ കിട്ടിയവരുണ്ട്. അങ്ങനെ ഓരോ രംഗത്ത് ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ അരുതെന്ന് പറഞ്ഞാൽ വേദപാഠം പഠിച്ചിട്ടുണ്ട്, പള്ളി വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. 10 കൽപ്പനയിൽ മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ രക്ഷ. അച്ഛന്മാർ ചോദിക്കും മദ്യപിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ 10 കൽപ്പന പറ. 10 കൽപ്പനയിലില്ല മദ്യപിക്കരുത്. ഉണ്ടായിരുന്നിരിക്കാം, സൗകര്യപൂർവ്വം വായിച്ചു കളഞ്ഞതായിരിക്കാം. കാരണം ആരും അടിക്കാത്തവരല്ല. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, ആരെയും നിന്ദിക്കുകയല്ല. ഇത് അരുതെന്ന് പറഞ്ഞാൽ പോരാ, അത് തിരിച്ചറിവ് വേണം. തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചൊട്ടയിലെ ശീലം ചൊടയിലില്ല എന്ന് പറഞ്ഞ പോലെ. കാരണം ഞാൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണെന്ന് പറയാം. മദ്യത്തിൻ്റെ ലഹരി വസ്തുക്കളുടെയല്ല. പിന്നെ ആവശ്യമില്ലാതെ പ്രതീക്ഷ, ഒരാൾക്കൊരു പ്രതീക്ഷ പുലർത്തരുത്. ആവശ്യമില്ലാതെ അവർക്ക് സ്ക്രൂ കയറ്റരുത്. അസൂയ, ജാതി, മതം ഇതിൻ്റെയൊക്കെ പേരുള്ള വിവേചനങ്ങൾ ഉണ്ടാകരുത്. നമ്മളൊന്നാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ എന്നിലൂടെ എൻ്റെ ഒരു നാട് രക്ഷപ്പെടുമെങ്കിൽ, എൻ്റെ ജനം എന്നെ ഓർക്കുമെങ്കിൽ, 1000 കൂടുന്നിടത്ത് ഒരു മമ്മൂട്ടി, ഒരു മോഹൻലാൽ, ഒരു MD തലമുറ ഓർക്കുന്നത്, ഒരു ചരിത്രം ഓർക്കുമ്പോൾ, ഒരു മനുഷ്യനിലൂടെ ചരിത്രം ഓർക്കുമ്പോൾ ആ നാടിനെയും ആ നാടിൻ്റെ മഹത്വം നിറഞ്ഞ മൊത്തം സത്തയാണ് ഒരു നാട്ടിൻ്റെ സത്തയാണ് ഒരു ആർട്ടിസ്റ്റ്, മഹാപ്രതിഭ, ഒരു വിളക്കാണ്. അതൊരു വീടിനും നാടിൻ്റെ വെളിച്ചം. അവരെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഞാൻ പ്രസംഗിക്കുകയല്ല, പറഞ്ഞു പോവും. പ്രസംഗകനായിരുന്നു. അപ്പോൾ എന്നെ ഇത് തന്നതിന് ഞാൻ ഒരുപാട് പറഞ്ഞില്ല എങ്കിലും കുറേ സങ്കടങ്ങൾ പറഞ്ഞു പോയതാണ്. സങ്കടങ്ങളല്ല, എന്നെ നിങ്ങൾക്കറിയില്ല. ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ എന്നെ അറിയാത്തവർ പുറന്തള്ളി പോകുമ്പോൾ ഞാൻ വിരൽ പിടിച്ച് നടത്തിയവരെ ജനം ഓട്ടോഗ്രാഫിന് വരും, സെൽഫി ചിടപെട സെൽഫി എടുക്കുമ്പോൾ എനിക്ക് അസൂയല്ല, എനിക്ക് സന്തോഷമാണ്. പിന്നെ അവന്മാർ വന്ന് അച്ചായ ജോസഫ് ഫിൽസ് അച്ചായ എന്ന് പറയും, ഉമ്മയൊക്കെ തരുമ്പോൾ ഇതാരാ അവരുടെ വെള്ളടിച്ചിടന്നല്ലേ, മനസ്സിലായോ? അപ്പോൾ അത് ആർക്കും അറിയില്ല, ഞാൻ പറഞ്ഞതന്നെ ഉള്ളു. ഓക്കെ, ഇതൊക്കെ ഒരു കഥയാണ്. വരും.